ജനത്തെ നയിക്കാനായി നിയോഗിക്കപ്പെട്ട നിങ്ങൾ അവരുടെ മുൻപിൽ എൻ്റെ വിശുദ്ധി പ്രകടിപ്പിക്കുന്ന വിധത്തിൽ, വിളിച്ചു പറയുന്ന വിധത്തിൽ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവരെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുന്നത് നിങ്ങളായിരിക്കില്ല. മോശയോട് അഹറോനോടും പറയേണ്ടതാ. ഇത്രയും നാൾ കർത്താവ് പറഞ്ഞത് ഒരക്ഷരം മാറാതെ അനുസരിച്ച് ജനത്തെ മുന്നോട്ട് നയിച്ച മോശയും അഹറോനും ഒക്കെ ഒരു നിമിഷം സംശയിക്കുന്ന കാഴ്ചയാണ് ഒന്നാമത്തെ വായനയിൽ. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങളിവിടെ ദാഹിച്ച് മരിച്ചു പോകുമെന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം നൽകുമെന്ന് പറഞ്ഞു കൊടുക്കാതെ ദൈവത്തിന്റെ മുൻപിൽ പരാതി പറയാൻ വരുന്ന മോശയെയും അഹറോനെയും കാണും. അവിടെ വെച്ചാണ് കർത്താവ് പറയണേ, നിങ്ങൾ പാറയിലടിച്ച് നിങ്ങൾക്ക് വെള്ളം കിട്ടും. പക്ഷേ പ്രശ്നം ഇതാണ്, അത് നിങ്ങൾ വിശ്വസിക്കാതിരുന്നത് കൊണ്ട്, അത് ആ ഉറപ്പ് ജനത്തിന് കൊടുക്കാതിരുന്നത് കൊണ്ട്, നിങ്ങളുടെ ഉള്ളിൽ എന്നെക്കുറിച്ച് ആ തെളിച്ചമുള്ള വിശ്വാസമില്ലാതിരുന്നത് കൊണ്ട് നിങ്ങളായിരിക്കില്ല അവരെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കും. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ഏൽപ്പിച്ച നിയോഗങ്ങൾ ഇങ്ങനെ അക്ഷരം പ്രതി അനുസരിച്ചിട്ട് അവസാനം അവർക്ക് കിട്ടുന്നൊരു വലിയൊരു പ്രയാസവും ഭാരവും. സുവിശേഷത്തിൽ സമാനമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കാണും. പത്രോസ്ലീഹ പറയും, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് ഒക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരാള് തൊട്ടടുത്ത പാരഗ്രാഫിൽ അതേ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നൊരു കാഴ്ചയുണ്ട്. നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, ഞാൻ ആരാണെന്ന് ശരിക്കും നീ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈശോ നമ്മളോടൊന്ന് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണെന്ന് കർത്താവ് അന്ന് തന്നെ തേടി വന്ന ജനങ്ങളോട് പറയുമ്പോൾ, എന്നെ നിങ്ങൾ അത്ഭുത പ്രവർത്തകനായിട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഒരു വലിയ സങ്കടം പറച്ചിലുണ്ട്. പള്ളിയിൽ പോയി നോക്ക്, നമ്മള് ആ കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ടൊന്നും അല്ലല്ലോ പള്ളിയിലേക്ക് ഓടിച്ചെല്ലണേ. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് പോകാനായിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ലിസ്റ്റുകളുണ്ട്. പ്രാർത്ഥനയിൽ ഇന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി, ഇന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് ബലം കിട്ടാൻ വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ കുഞ്ഞുങ്ങളുടെയോ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയൊക്കെ നമ്മൾ പോകുമ്പോൾ അതേ കാര്യം കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. നിങ്ങൾ വന്നിരിക്കുന്നത് ഈ കുരിശടയാളം കണ്ടിട്ടല്ല, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, നേരെ മറിച്ച് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. അപ്പം എന്തു ആവാം,